അങ്ങനെ ഫിൻലൻഡിലെ സമ്മറൊക്കെ തീരാറായി. അപ്പോൾ വീടിനടുത്തുള്ളൊരു ലേക്കിൽ ഞാനും ആദവും കൂടി പോയതാണ്. അവിടെ പിള്ളേരൊക്കെ കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം വെള്ളത്തിൽ കളിക്കാമെന്ന് പറഞ്ഞ് പോയതാണ്. എന്നിട്ട് അവനൊരു ക്യാസിലൊക്കെ ഉണ്ടാക്കി അവിടെ പിന്നെ ക്യാസിലൊക്കെ ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് അതിൽ വെള്ളമൊഴിച്ച് സുനാമി വന്നു എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാകുമ്പോൾ അവൻ കുറച്ച് സ്റ്റോൺസൊക്കെ കളക്ട് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞ് സ്റ്റോൺസ് അവന് കുറേയൊക്കെ സ്റ്റോൺസൊക്കെ അറിയാം. അപ്പോൾ അവൻ സ്റ്റോൺസൊക്കെ അന്വേഷിക്കാനായിട്ട് നടന്നു പോണതാണിതൊക്കെ. സമ്മർ ഏകദേശം തീരാറായിട്ടില്ല. സ്കൂളൊക്കെ തുടങ്ങി. അങ്ങനെ അതും സ്റ്റോൺസൊക്കെ അന്വേഷിച്ച് പോണതാണ്. ഇതൊരു നല്ല ലേക്കാണ്. അധികം ആഴമൊന്നുമില്ല. പിന്നെ സമ്മറിൽ അവിടെ ലൈഫ് ഗാർഡൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ ഓൾറെഡി ടൈം കഴിഞ്ഞിട്ടാണ് പോയത്. ഇപ്പോൾ അവിടെ ഒരു 7 മണി കഴിഞ്ഞാണ്. 7 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ഗാർഡൊന്നുമില്ല. അതുകൊണ്ട് അവൻ സ്റ്റോൺസൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. അതിൻ്റെ അപ്പുറം ഒരു ചെറിയൊരു കാടിനുള്ളിൽ കൂടി കാടെന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു ഇത്. അങ്ങനെ അതൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ലേക്കാണ്. ആദ്യം പിന്നെ സ്റ്റോൺസൊക്കെ എവിടെയൊക്കെ കിട്ടുമെന്ന് അന്വേഷിച്ച് സ്റ്റോൺസൊക്കെ കണ്ടു എന്നൊക്കെയാണ് പറഞ്ഞത്. സ്റ്റോൺസ് അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് സൺ വരും, ഇടയ്ക്ക് ക്ലൗഡി ആവും, വിൻഡി ഉണ്ട്, അങ്ങനത്തെ അറ്റ്മോസ്ഫിയറാണ്. മൊത്തത്തിൽ നല്ലൊരു ക്ലൈമറ്റായിരുന്നു. ആദ്യത്തിന് എന്തൊക്കെയോ സ്റ്റോൺസ് കിട്ടിയെന്ന് തോന്നുന്നു അവൻ്റെ വരവ് കണ്ടിട്ട്. ഇത് മാർബിൾ പോലെ ഇത് അടുത്ത ക്വാർട്സ്. ഇതെന്താന്ന് ഞാൻ മറന്നത്. ശരിക്കത്തെ ക്രിസ്റ്റൽ ഇതൊക്കെണ്ടാ അടിയിൽ കല്ല, ശരിക്കത്തെ ക്രിസ്റ്റലാ കണ്ടാ. എനിക്കറിയില്ല ഫിൻലാൻഡിൽ ബീച്ചിൽ ക്രിസ്റ്റൽ കണ്ടുപിടിക്കാത്തത്. പുറം മേടിക്കാം. പൊട്ടി എവിടെ പോയി പൊട്ടിക്കും ഇത്? നമ്മുടെ ജിം പാർക്കിനെ അവിടെ പൊട്ടിച്ചാൽ നോക്കാം. ഓക്കെ, how to know is it a real crystal? അതെ, ഓർമ്മയില്ലേ നന്നായിട്ട് കിട്ടിയതാണ്.
വ്യാഴാഴ്ച മേടിച്ചു. അപ്പോൾ ഒരു കറക്റ്റ് 1 വീക്ക് വ്യാഴാഴ്ച ആവാം. ഓക്കെ, മാംഗോ മേടിക്കാന്നേ. നമുക്കല്ലേ ഡബിൾ ഡെക്കർ മേടിക്കാം. അപ്പൊ ഒരെണ്ണത്തെ മാംഗോ, ഒരെണ്ണത്തെ സ്ട്രോബെറി. അപ്പൊ നീ മാംഗോ കഴിക്കും, ഞാൻ സ്ട്രോബെറി കഴിക്കും. അങ്ങനെ ചെയ്യാം. അടിപൊളിയായിരിക്കില്ലേ? ഫ്ലേവേഴ്സ് ഒന്നും കൂടി ചെക്ക് ചെയ്തിട്ട് ഏതാ വേണ്ടെന്ന്. പക്ഷെ കുഞ്ഞാവുന്നു പിള്ളേരുടെ കയ്യിലൊക്കെ ഇരിക്കാൻ. ആരുടെ മേടിച്ചാലെന്നാ ഇഷ്ടമുള്ള നീ നോക്ക്. വേണോ ട്രൈ നോക്കാം അല്ലേ? പിസ്താഷ്യോ വേണോ? എനിക്ക് ഇഷ്ടല്ലേ, നിനക്കും ഇഷ്ടല്ലേ? മാംഗോ മേടിക്കാതാ. നീ ഒരെണ്ണം വാ, നീ ചൂസ് ചെയ്യേ. സ്ട്രോബെറി. ഓക്കെ, എന്നാ സ്ട്രോബെറി. സ്ട്രോബെറി എടുക്കേ മോൻ പറ. പഴയ കാലത്ത് ഐസ്ക്രീം സ്റ്റാൻഡ് ഇപ്പത്തെ വെച്ചോക്കെ എന്ത് ഫ്യൂച്ചറിസ്റ്റിക് ഇപ്പത്തെ അതായത് വെച്ചോക്ക്. ഞാൻ കൊറേ ദിവസം വെയിറ്റ് ചെയ്താ. കൊറേ ദിവസം, ഒരാഴ്ച ആയിട്ടില്ല. ഇന്നൊരു ടേസ്റ്റിന് ഫീൽ കിട്ടും. നമ്മള് കൊറേ നേരം ഇങ്ങനെ വർക്കൊക്കെ ചെയ്തിട്ട് കഴിക്കുക. കഴിച്ചു നോക്കിക്ക്, നല്ല ടേസ്റ്റല്ലേ? വേറെ എന്തെങ്കിലും ട്രൈ ചെയ്താണെങ്കിൽ വേറെ ട്രൈ നോക്കുന്നത് എപ്പോഴും സ്ട്രോബെറി മേടിക്കുന്നത്. അടുത്ത തവണ നമുക്ക് വേറെ പഠിക്കാം. ഞാൻ പ്രോമിസ്. ഈ വീഡിയോ എടുത്തേക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാൻ. ഞാൻ ചിലപ്പോൾ മാറ്റി പറയാൻ ചാൻസ് ഉണ്ട്. അത്തവണ ഏത് വരയ്ക്കണം നീ പറ. എനിക്കറിയില്ല, നമുക്ക് വെയിലത്തിരിക്കാം. പിസ്താഷ്യോ വേണ്ട, എനിക്ക് അങ്ങനെ ഇഷ്ടമില്ല. എന്നാ പിസ്താഷ്യോ ഉണ്ടെങ്കിൽ വേണ്ട. പിസ്താഷ്യോ എനിക്ക് കുറച്ച് ഇഷ്ടം. ആദ്യം ചോദിച്ചപ്പോൾ എനിക്ക് ഇഷ്ടമാണ്. ആ കാറ്റുക ഏതാ പറ. അതൊക്കെ പറഞ്ഞേ. ഏതാന്ന് വെച്ചാ മാംഗോ അല്ലെങ്കിൽ പാരൂണാണ് ട്രൈ ചെയ്ത് നോക്കാം. പാരൂൺ നമ്മൾ ഇതിലോട്ട് ട്രൈ ചെയ്തിട്ടില്ല. മാംഗോ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. മാംഗോ ചില സമയത്ത് കൂറുക. അല്ല, ഇവിടെ നിന്ന് തന്നെ മേടിച്ചിട്ടുണ്ട് മാംഗോ പ്രാവശ്യം പ്രസിംഗ് പോയപ്പോ. ഇതാണ് ലേക്കിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ വ്യൂ കേട്ടോ. ഇവിടെ പാർക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. ഇത് ഇങ്ങനെ ഒട്ടിച്ചിട്ട്
ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യട്ടോ. ഇതാണ് ശരിക്കിലത്തെ ഐസ്ക്രീം. പിള്ളേർക്ക് ഇതാണ് എക്സ്ട്രാ 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 സ്മോള്. അപ്പൊ ഇതാണ് അതിന്റെ ഐസ്ക്രീം. ഇതാണ് എന്റെ കഴിക്ക്.